മൂവാറ്റുപുഴയിൽ ലഹരി സംഘത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയ എയർ പിസ്റ്റൾ ലഹരി ഇടപാടിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൈവശം വെച്ചവയെന്ന് എക്സൈസ്. തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അന്വേഷണം സിനിമാ മേഖലയിലേക്കും നീളുകയാണ്. രണ്ടാം പ്രതി ഹരീഷ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണെന്നാണ് വിവരം. രാഗൻ കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. രാഗൻ, ഗുഡ് മോർണിംഗ്. സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുന്നു. പക്ഷേ ഈ വ്യാപിക്കുന്ന അന്വേഷണം കൃത്യമായി തന്നെ ആൾക്കാരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒപ്പം ഈ പിസ്റ്റളിന്റെ കാര്യം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമൊക്കെ എന്താണ് രാഗൻ? കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴയിൽ ഷാലിം ഷാജി, അതോടൊപ്പം തന്നെ സജിൻ, ഹരീഷ് ഈ 3 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തിരുന്നു. വാഹനവും അതോടൊപ്പം തന്നെ ഒരു എയർ ഗണ്ണും പിടികൂടിയിരുന്നു. ഈ എയർ ഗൺ ഈ ലഹരി ഇടപാടിന് പോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതികൾ കൈവശം വച്ചത് എന്നതാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തും. ഇതിന് ലൈസൻസ് ആവശ്യമുള്ളതല്ല എന്നതാണ് എക്സൈസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഹരീഷ് എന്നയാൾക്ക് സിനിമാ ബന്ധമുണ്ട്. ഇയാൾ ക്യാമറമാനൊക്കെയായി അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് എന്നതാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ കഞ്ചാവും ലഹരിയും MDMAയും മറ്റുമൊക്കെ കൊടുത്തിരുന്നു എന്നതിലാണ് പരിശോധന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഇത്തരത്തിലുള്ള ചില സിനിമാ ബന്ധങ്ങൾ വന്നിരുന്നു. പക്ഷെ അതിന്റെ അന്വേഷണം ഏത് വരെ പോകുമെന്നത് കാര്യത്തിലും ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ പിടിച്ചെടുത്ത എയർഗൺ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. രാഗൻ, ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം കൂടുതലായി ഉണ്ട്, വ്യാപകമായി ഉണ്ട് എന്ന് പലതവണ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു, പരാതികൾ ലഭ്യമായാൽ അതേക്കുറിച്ച് അന്വേഷിക്കും. അതുപോലെ സിനിമാ രംഗത്തെ സംഘടനകളും പറയുന്നത് അത്തരത്തിൽ ഒന്നിനും കൂട്ടുനിൽക്കില്ല എന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവർക്കൊക്കെ എന്തായിരിക്കും പ്രതികരിക്കാനുള്ളത്? പല കേസുകളും ഒടുവിൽ വഴി തിരിഞ്ഞെത്തുന്നത് സിനിമാ മേഖലയിലേക്കാണ്. തീർച്ചയായും നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടനയടക്കം സെറ്റുകളിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല അന്ന് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോൾ സർക്കാരിനോട് തങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന വിമർശനം ഉൾപ്പെടെ പലരും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സിനിമാ ബന്ധം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് താനും. കാരണം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട 2 നടൻ, ഒന്ന് ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവർക്കെതിരെയൊക്കെയാണ് ആരോപണം വരികയും ഒക്കെ ചെയ്തിരുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി കൊടുക്കുകയും പിന്നീട് പിൻവലിക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് നിലയ്ക്ക് വരെ പോകുമെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി കേസ്, NDPS കേസുകളിൽ ഇത്തരത്തിൽ പൊസഷനോട് കൂടിയുള്ള അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സെറ്റുകളിലടക്കം പരിശോധന ആവശ്യവുമുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്കൊന്നും ഇപ്പോൾ എക്സൈസ് സംഘം കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി രാഗൻ.